ബംഗ്ലാദേശിൽ ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇസ്കോണിനും ചിന്മയ കൃഷ്ണദാസിനും പിന്തുണയുമായി കൂടുതൽ പേർ രംഗത്തെത്തി. ചിന്മയ കൃഷ്ണദാസിന് ജാമ്യം നിഷേധിച്ചതിൽ ധാക്കയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ തുടരുന്നുണ്ട്. ജിഷ്ണു, ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണല്ലേ? ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങളിലും ഒപ്പം ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ്. ഇസ്കോണിനും ഒപ്പം ചിന്മയ കൃഷ്ണദാസിനും പിന്തുണ അറിയിച്ചുകൊണ്ട് ബംഗ്ലാദേശിന്റെ വിവിധ സ്ഥലങ്ങളിൽ, അതായത് തലസ്ഥാന നഗരമായ ധാക്ക ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ഒപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യക്കെതിരെ, ഹിന്ദു വിരുദ്ധ പോരാട്ടത്തിനെതിരെ, ഹിന്ദു വിരുദ്ധ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഉയരുന്നത്. ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം തന്നെ ബംഗ്ലാദേശിൽ ആചാര്യ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റും ജാമ്യം നിഷേധിച്ച നടപടിയും ആശങ്കപ്പെടുത്തുന്നതാണെന്നും ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന ആവശ്യം മുൻപോട്ട് വെച്ചിരുന്നു. നേരത്തെ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പ്രതിഷേധമാണ് പിന്നീട് വലിയ രീതിയിൽ ന്യൂനപക്ഷ വിരുദ്ധ കലാപമായി ബംഗ്ലാദേശിൽ അലയടിച്ചത്. നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി. ഹിന്ദുവും സിഖും പാഴ്സിയും ക്രിസ്ത്യനും ഉൾപ്പെടെ വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ തകർത്തു. അതിനെതിരെ ചെറുത്തുനിൽപ്പിന്റെ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയവർക്കെതിരെയാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് ഇടക്കാല സർക്കാരിന്റെ നടപടി ആരംഭിച്ചിട്ടുള്ളത്. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ കടുത്ത വിവേചനവും അതിക്രമവും നേരിടുകയാണെന്നും പലർക്കും വീടും തൊഴിലും ഉപേക്ഷിച്ചുകൊണ്ട് പലായനം ചെയ്യേണ്ട അവസ്ഥയുണ്ടായി എന്നുള്ളതുമാണ് ഈ പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അത്തരത്തിൽ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്കും സമ്മേളനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആചാര്യ ചിന്മയ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നത്. കൂടാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇസ്കോൺ ഉൾപ്പെടെയുള്ള സാംസ്കാരിക കൂട്ടായ്മകളെ, സംഘടനകളെയെല്ലാം നിരോധിക്കാനും ഒരു പൂർണ്ണ ഇസ്ലാമിക് രാജ്യമായി മാറാനുമുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ ബംഗ്ലാദേശ് ഉള്ളത്. അവിടെ നേരത്തെ ഹിന്ദു ജനസംഖ്യ നമുക്കറിയാം 18% മുകളിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ 8% താഴേക്ക് ഹിന്ദു ജനസംഖ്യ എത്തുന്നു. ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി പാഴ്സിയും സിഖും ക്രിസ്ത്യനുമെല്ലാം മാറുന്നു. അതിൽ വലിയ രീതിയിലുള്ള കടുത്ത വിവേചനവും അതിക്രമങ്ങളും ന്യൂനപക്ഷങ്ങൾ തുടർച്ചയായി ബംഗ്ലാദേശിന്റെ മണ്ണിൽ നേരിടുകയാണ് എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും വലിയൊരു ചെറുത്തുനിൽപ്പ് നിലവിൽ ഹിന്ദു സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിന്റെ മണ്ണിൽ നടക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കുന്നതിനെതിരെയും പ്രതിഷേധം തുടരുകയാണ്. നിഖിൽ. ശരി ജിഷ്ണു, ബംഗ്ലാദേശിൽ ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം ശക്തമാവുകയാണ്. ഇസ്കോണിനും ചിന്മയ കൃഷ്ണദാസിനും പിന്തുണയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.